മുസ്ലിം ആകാനുള്ളതാണ്. മുസ്ലിം ആകണം. എങ്ങനെ? അള്ളാഹുവിന്റെ മസ്ജിദിൽ വെച്ചുകൊണ്ട് ഉലമാക്കൾ വയല് പറയാറുണ്ട്. ഉലമാ വയലാണ്, മുസ്ലിമാണ്. അതുകൊണ്ടാണ് പണ്ഡിതനായി പള്ളിയിൽ അവതരിപ്പിച്ചത്. കമ്മിറ്റിക്കാരും ഞാനും നിങ്ങളും സദസ്സിലിരിക്കുകയാണ്. ഉസ്താദ് വയല് പറയുമ്പോൾ ഇടക്ക് ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞു, നല്ലൊരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ ആമീൻ പറഞ്ഞില്ലേ? നിങ്ങൾ ശരിക്കും ചിന്തിച്ചുകൊണ്ടാണോ ആമീൻ പറഞ്ഞത്? ശരിയല്ലേ? പള്ളിക്കത്തെ മൂലര് മുസ്ലിമാണ്. മുസ്ലിമായ മൂലര് മുസ്ലിമാകാൻ ആവശ്യപ്പെടുന്നു. മുസ്ലിമായി മരിക്കാനും ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് മൂലര് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മൂലര് എന്താണാ പറഞ്ഞത്? അത് മൂലരെ മാത്രം കഥല്ല. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ യൂസുഫിന്റെ കഥ പറയുമ്പോൾ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ പറയുന്നു. യൂസുഫ് പ്രവാചകനാണ്, യാക്കൂബിന്റെ മകനാണ്. അള്ളാഹുവിന്റെ മിസ്രി എന്ന രാജ്യം ഭരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. കിനാവിന്റെ താഴ്വീറിനെ അവകാശപ്പെടുത്തിക്കൊണ്ട് പരിഭാഷപ്പെടുത്തിയ ആളാണ്. എല്ലാം കൊണ്ടും മഹത്വമുള്ളവരാണ്. സൗന്ദര്യത്തിന് നിറകുടമാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ സൂറത്തുൽ യൂസുഫ് എന്നൊരു ഖുർആൻ അധ്യായവും വന്നിട്ടുണ്ട്. അത്രത്തോളം ബഹുമാനിച്ച അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയായ ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്വാലിഹീൻ. اللهم يا فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. സൂറത്തുൽ യൂസുഫ് എന്താണ് പറഞ്ഞത്? അല്ലാഹുവേ, നീ എന്നെ യാക്കൂബിന്റെ മകനാക്കി സൃഷ്ടിച്ചു, അൽഹംദുലില്ലാഹ്. നീ എന്നെ പ്രവാചകനാക്കി സമ്മാനം നൽകി, അൽഹംദുലില്ലാഹ്. നീ എന്നെ മിസ്രിന്റെ അധിപനാക്കി, അൽഹംദുലില്ലാഹ്. നീ എനിക്ക് സൗന്ദര്യത്തിന്റെ നിറകുടം ചാർത്തി, അൽഹംദുലില്ലാഹ്. നീ എന്നെ അതിലുപരി ഒരു പ്രവാചകനാക്കി ഉയർത്തുകയും ചെയ്തു, അല്ലാഹ്. അതുകൊണ്ടൊന്നും യൂസുഫിന് സമാധാനമില്ല. അതുകൊണ്ടൊന്നും യൂസുഫിന് സമാധാനമല്ല. എന്തൊക്കെ പയ്യ കാട്ടി കഴിഞ്ഞേ? എന്റെ വാപ്പാന്റെ പ്രവാചകനാക്കി, ആ വാപ്പാന്റെ ഒരു മകനാക്കി നീ എന്നെ മാറ്റി. ആ വാപ്പാന്റെ മകൻ നീ പ്രവാചകനാക്കി. ആ വാപ്പാന്റെ മകന് ഒരുപാട് നിഅമത്തുകൾ നൽകി, ശുക്റുകൾ അർപ്പിച്ച് ഒരുപാട് സന്തോഷം നൽകി. പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് സമാധാനമില്ല. എന്താ സമാധാനമില്ലാത്തത്? നീ എന്നെ ഒരു മുസ്ലിമായിട്ട് മരിപ്പിക്കണം. എന്നിട്ടും തങ്ങൾ മതിയാക്കിയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കരഞ്ഞ കണ്ണുമായി, വിതുമ്പുന്ന ചുണ്ടുമായി, ഇടറുന്ന ശബ്ദമായി, തളർന്ന് തരിപ്പണമായി ബഹുമാനപ്പെട്ട യൂസുഫ് എന്നോട് ദുആ ചെയ്തു, നബിയേ, എന്നെ നീ ഒരു മുസ്ലിമായി ജീവിപ്പിച്ച് മുസ്ലിമായി മരിപ്പിക്കണം. അല്ലാ, മാത്രം പോരാ, നീ എന്നെ സ്വാലിഹീങ്ങളിൽ പെടുത്തുകയും ചെയ്യണേ അല്ലാ എന്ന് യൂസുഫ് പ്രാർത്ഥിച്ചു. എങ്ങനെ? നീ എന്നെ സ്വാലിഹീങ്ങളിൽ പെടുത്തണം, എന്നാലേ ദുർപ്പതിയുള്ളൂ. മുസ്ലിമായിട്ട് ജീവിപ്പിച്ച് മുസ്ലിമായിട്ട് മരിപ്പിച്ചാൽ എനിക്ക് സമാധാനമല്ല. നീ എന്നെ സ്വാലിഹീങ്ങളിൽ പെടുത്തണം അല്ലാ. ആരാ പറഞ്ഞത്? നിങ്ങളും ഞാനും അല്ല. നമ്മളെ തീയരെന്ത്യ പള്ളി പ്രസിഡന്റ് ഞമ്മള്, ബാങ്കിന്റെ പ്രസിഡന്റ് ഞമ്മള്, കള്ളും കുടിച്ച് ഞമ്മള്, തോപ്യം ചെയ്യണത് ഞമ്മള്, റമദാൻ മാസം നോൽപ്പ് വെക്കണത് ഞമ്മള്, പെണ്ണുങ്ങളെടുത്ത് പെരുമാറണവും ഞമ്മള്, മാനി ബാപ്പാന് ചീത്ത പറഞ്ഞ ഞമ്മള്, ഒരു ഒക്കപ്പാടെ കരസ്യമേനിയായിട്ട് നടക്കണ നിങ്ങളും ഞാനും ജന്നാത്തിൽ പ്രദാസിനെ ഉറപ്പിച്ച് കിടക്കുക. ഉറപ്പിക്കാത്ത നിങ്ങൾക്കും എനിക്ക് ഉറക്കാനൊരു ധൈര്യം ഉണ്ടായത് ചില്ലറ ധൈര്യമൊന്നുമല്ല. അള്ളാഹുവിന്റെ സ്വർഗം കൊണ്ട് എല്ലാം നിലക്കും സന്തോഷം നൽകിയ പ്രവാചകന്മാർ പൊട്ടിക്കരി അവിടെ. ഞമ്മക്കൊന്നും ഒരു കൂസലുമില്ല. ഞമ്മളിപ്പോഴും അതങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ആലോചിക്കാണ്ട്, നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞ അങ്ങോട്ടും കൂടെ ആലോചിക്കാണ്ട്, സംഗതി ആലോചിച്ചാണ്ട്
അതുകൊണ്ട് എനിക്കെന്റെ പ്രസംഗത്തിന്റെ ഉടനീളം എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ഉനഫായികളെ പിൻപറ്റിക്കൊണ്ട് 24 മണിക്കൂറും അള്ളാഹു എന്ന ചിന്തയിൽ നിങ്ങൾ ജീവിക്കണേ. അതിനെന്താണ് മാർഗം എന്ന് തേടുകയാണ് നമ്മൾ വേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ബഹുമാനപ്പെട്ട കവി പറയുകയാണ്. ആരോട്? എന്നോടും നിങ്ങളോടും. അഹദത്തിൽ അലിഫ് അലിഫില മഗമിയ അലിഫക്ഷര പൊരുൾ ബിസ്മില്ലാഹ് അരിമകലി കുത്തുബനുദീനം ഖുർആനിൽ അളകുറ്റല കുരി ബിസ്മില്ലാഹ്.